ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ അളവിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഞാനിവിടെ ചേർക്കുന്ന ഒരു 9 സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്ന ഒരു ചെറിയ ബൗള് നിറച്ചും ഞാൻ ഇവിടെ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. മൈദയും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സാധാ നമ്മളൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത് ചെയ്തതിന് ശേഷം നമുക്ക് 1 സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം 1 സ്പൂൺ വെച്ചിട്ട്. ഇനി ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 2 സ്പൂണോളം സാധാ വെളിച്ചെണ്ണയാണ്. ഇനി ഞാൻ പിന്നെ ചേർക്കാൻ പോകുന്നത് 1 സ്പൂണോളം നെയ്യും കൂടെയാണ്. നെയ്യും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനത് മാവൊന്നും തന്നെ അരിച്ചെടുക്കുന്നില്ല. സാധാ നോർമലായിട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്തത്. അപ്പം സക്സസ് ആവുമെങ്കിൽ മാത്രം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് സക്സസ് ആയി കിട്ടി. അതാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നത്, ഒന്ന് പോസ്റ്റ് ചെയ്തത്. അപ്പം ഇതിനൊന്നും തന്നെ കണക്കുകളില്ല. എൻ്റെ ഒരു മനക്കണക്കെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മാവൊക്കെ ആവശ്യത്തിന് പാലൊഴിച്ച് ഇതാക്കി വരുമ്പോൾ തന്നെ മാവൊക്കെ നല്ല രീതിയിലായി വരുന്നുണ്ട്. ഇനി ഞാൻ നമ്മൾ ആ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുമ്പം ഇതേപോലെ വരണം. ഈ രീതിയിലാണ് വരേണ്ടത്. കൂടുതൽ പാല് ഓവറാവാനും പാടില്ല. ഇനി ഞാൻ സാധാ ഒരു പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം, എന്നാലേ ഇളകി വരുള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് മിക്സ് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 3 തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബൗൾ ഉണ്ടെങ്കിൽ പോകാനാണ്. പിന്നെ ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് സാധാ നമ്മൾ ദോശയൊക്കെ ചുടുന്ന പാനിൻ്റെ മുകളിലോട്ട് വെച്ച് അടച്ചു വെച്ചിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ സാധാ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹോളൊന്ന് അടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഈർപ്പം പോലത്തെ എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്കത് ശരിയായി കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അതുപോലെ ഫ്ലെയിം വളരെ ലോയിൽ തന്നെ വയ്ക്കണം. എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ് മതി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സമയം ആയപ്പോൾ തന്നെ എൻ്റെ കേക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടാണ് നോക്കിയത്. നമ്മളൊന്ന് ജസ്റ്റ് എന്താ പറയണേ, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ആയിട്ടില്ല, ഒട്ടിപ്പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. സാധാ നമ്മൾ പഞ്ചസാരയും കൊക്കോ പൗഡറും മൈദയൊക്കെ ചേർത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.